ഏവർക്കും ഹാജാസ് ക്ലാസസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തൂലികാനാമങ്ങളും സാഹിത്യകാരന്മാരും എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിച്ചു വരാറുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അല്ലെങ്കിൽ തൂലികാനാമം തന്നിട്ട് ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഒരാളുടെ പേര് കൊടുത്തിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് പഠിച്ചിരിക്കേണ്ടുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. വരൂ, നോക്കിക്കോളൂ. ജി എന്നാരാ അറിയപ്പെടുന്നത്? ജി ശങ്കരക്കുറുപ്പ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ജി ശങ്കരക്കുറുപ്പിന്റെ ഇനിഷ്യൽ എന്താണ്? ജി ആണ്. അപ്പോൾ ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് എന്ന് ഓർക്കാം. ഇനി ജിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്കങ്ങ് പോകാം, പഠിക്കാൻ എളുപ്പത്തിനെ. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് വിശ്വദർശനം എന്ന് പറയുന്നത് കേട്ടോ. വിശ്വദർശനം. ഈ വിശ്വദർശനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൃതിക്കാണ് 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പഠിച്ചു പോണേ. എന്താണ് വിശ്വദർശനത്തിന് 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കൃതി എന്നാ എഴുതിയെന്നും കൂടെ ഓർത്തിരുന്നോ? 1961 ഈ കൃതി രചിക്കപ്പെട്ടത്. ഇതേ കൃതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠവും ഓടക്കുഴലും കിട്ടിയത്. അതും ഓർക്കുക. ജ്ഞാനപീഠവും ഓടക്കുഴലും കൂടെ ഇതേ കൃതിക്ക് തന്നെ കിട്ടി. അപ്പൊ ഓർക്കുക, ജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിനെ മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നും പറയാറുണ്ട്. എന്താ പറയുന്നത്? മിസ്റ്റിക് കവി എന്നും പറയാറുണ്ട്. പുള്ളിയുടെ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാക്കുന്ന കവി, അപ്പോൾ അങ്ങേരെ മിസ്റ്റിക് എന്ന് വിളിച്ചിരിക്കണം. അതുമായിട്ട് പ്രത്യേകിച്ച് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും അദ്ദേഹത്തിന്റെ കാവ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു മിസ്റ്ററി ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ തോന്നും. അപ്പം ആ ഒരു കണക്ഷൻ നിങ്ങൾ ഓർക്കുക. അപ്പോൾ മലയാളത്തിന്റെ മിസ്റ്റിക് കവി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെയാണ് ജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. വിശ്വദർശനം. അതിന്റെ വർഷം ഏതാണ്? 1961. ഈ കൃതിക്ക് 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ജ്ഞാനപീഠം കിട്ടി. ഓടക്കുഴൽ അവാർഡും കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ക്ലിയർ ആണല്ലോ? പ്രഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ബഷീർ എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുഴുവൻ പേരാണ്. അദ്ദേഹം ഏത് പേരിലാണ് എഴുതിയിരുന്നത്? പ്രഭ എന്ന പേരിലാണ് എഴുതിയിരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായിട്ടുള്ള ഒരു ചെറുകഥയാണ് നീലവെളിച്ചം. എന്താണ്? നീലവെളിച്ചം. അപ്പൊ ഈ വെളിച്ചത്തിൽ എന്തുണ്ട്? പ്രഭയുണ്ട്, അല്ലേ? അപ്പോ ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് നീലവെളിച്ചം. വെളിച്ചത്തിൽ എന്തുണ്ട്? പ്രഭയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ തൂലികാനാമം പ്രഭ എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ നീലവെളിച്ചം സിനിമയായിട്ടുണ്ട്. സിനിമയുടെ പേര് ഭാർഗവി നിലയം എന്നാണ് കേട്ടോ. ഭാർഗവി നിലയം. പഴയതും പുതിയതും എല്ലാം ഈ ഒരു ചെറുകഥയെ ആധാരമാക്കി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഓർക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഈ പേര്, പ്രഭ എന്നുള്ള പേര് അദ്ദേഹം എവിടെയാണ് ഉപയോഗിച്ചത് എന്നുകൂടി ഓർത്തിരിക്കണം കേട്ടോ. പണ്ട് അദ്ദേഹം ഉജ്ജീവനം, എന്താണ്? ഉപജീവനമല്ലേ? ഉജ്ജീവനമാണേ. ഉജ്ജീവനം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നു. ആ പത്രത്തിലെ ലേഖനങ്ങൾ എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേരാണ് പ്രഭ. എന്താണ്? പ്രഭ. ഇനി അദ്ദേഹത്തെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? അതെ, ചിലരൊക്കെ പറയുന്നുണ്ട് ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പുരസ്കാരങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് 1970 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടി കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. അതുപോലെ 1981 1981
കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ പഠിക്കും. ഈ ഫെലോഷിപ്പ് ഒക്കെ നമ്മൾ വിട്ടുകളയുന്ന സംഭവങ്ങളായിരിക്കും. എന്നാലും ഒരു മാർക്ക് പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയ വർഷം ഏതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണേ. പത്മശ്രീ കിട്ടിയ വർഷം എന്ന് പറയുന്നത് 1982. പത്മശ്രീ കിട്ടിയത് 1982. കൂടാതെ മികച്ച കഥയ്ക്കുള്ള മലയാള ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മികച്ച കഥയ്ക്കുള്ള മലയാള ചലച്ചിത്ര പുരസ്കാരം, അതായത് ഒരു ചലച്ചിത്രത്തിന് അദ്ദേഹമാണ് കഥ എഴുതിയത്. ആ കഥയ്ക്ക് സമ്മാനം കിട്ടിയെന്ന് മനസ്സിലാക്കുക, അവാർഡ് കിട്ടിയെന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും അറിയാമോ അത് ഏതാണ്? ആ കഥ ഏതാണെന്ന് അറിയാമോ? മതിലുകളാണ് കേട്ടോ, മതിലുകൾ. വർഷം 1989. ഓക്കെ. ഇനി വേറെയും അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രഥമ ലളിതാംബിക അന്തർജനം അവാർഡ് കിട്ടിയതും അദ്ദേഹത്തിനാണ്. പ്രഥമ ലളിതാംബിക അന്തർജനം അവാർഡ് അത് 1992. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ എഴുതാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ബഷീർ എന്നാണ്. അദ്ദേഹം എവിടെയാ ജനിച്ചത് അത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും എല്ലാവർക്കും അറിയാമായിരിക്കും, ഒന്നുകൂടെ പറയുകയാണ്. തലയോലപ്പറമ്പ്, വൈക്കം, കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ ജനന സ്ഥലം. ഇനി ഈ പ്രഭ എന്നുള്ള പേര് എവിടെ ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉജ്ജീവനം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ ലേഖനങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് വിപ്ലവവും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരന്തരം പോലീസ് അന്വേഷണങ്ങളും അല്ലെങ്കിൽ അറസ്റ്റും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തൂലികാനാമമാണ് പ്രഭ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രഭ നമ്മൾ എങ്ങനെ ഓർത്തു വയ്ക്കുമെന്ന് പറഞ്ഞു? ബഷീറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് നീലവെളിച്ചം. അത് സിനിമയായിട്ടുണ്ട്, ഭാർഗവി നിലയം എന്നുള്ള പേരില്. അപ്പൊ ഈ വെളിച്ചത്തിന് എന്തുണ്ട്? പ്രഭയുണ്ട്. അപ്പൊ നീല വെളിച്ചം പ്രഭയെ കുറിച്ച് എഴുതിയ ആൾ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ ഓർത്തു വയ്ക്കുക എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ, കിട്ടിയ ചില പുരസ്കാരങ്ങളെ പറ്റി പറഞ്ഞു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും കിട്ടിയിരുന്നു. ഇനി പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീയുടെ വർഷം ഏതാണ്? 1982 പത്മശ്രീ കിട്ടിയത്. അതുപോലെ അദ്ദേഹം എഴുതിയ ഒരു കഥ സിനിമയാക്കപ്പെട്ടു. അപ്പോൾ ആ കഥയ്ക്കും മികച്ച കഥയ്ക്കുള്ള ചലച്ചിത്ര പുരസ്കാരം കിട്ടി. അത് ഏത് കഥയായിരുന്നു? മതിലുകളായിരുന്നു കേട്ടോ. ആ കഥ മതിലുകളായിരുന്നേ. വർഷം 1989. ഇത് മാത്രമല്ല, ഇനി പ്രഥമ ലളിതാംബിക അന്തർജനം പുരസ്കാരം, അതായത് ലളിതാംബിക അന്തർജനം പുരസ്കാരം എന്ന് പറയുന്ന ഒരു അവാർഡ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന് ആദ്യമായി അർഹനായ വ്യക്തിയാണ് ബഷീർ. അത് വർഷം ഏതായിരുന്നു? 1992. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഥമ ലളിതാംബിക അന്തർജന പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ ഈ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ. നോക്കാം, ബാക്കി കാര്യങ്ങളോട് നോക്കിക്കോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ, നിങ്ങൾ എൻ്റെ കൂടെ എഴുതിയെടുത്ത് പഠിക്കണേ. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അദ്ദേഹം എഴുതിയ ഓർമ്മക്കുറിപ്പാണേ. ഓർമ്മയുടെ അറകൾ, ആത്മകഥാ സ്വഭാവമുള്ള ഒരു കൃതിയാണ് ഓർമ്മയുടെ അറകൾ. പിന്നെ അദ്ദേഹം എഴുതിയ ഒരു നാടകമുണ്ട്. നാടകത്തിന്റെ പേരാണ് കഥാബീജം. എന്താണ്? കഥാബീജം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് നോവലുകൾ അറിഞ്ഞിരിക്കണം. നോക്കാം. ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓർമ്മക്കുറിപ്പ്,
ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥാ സ്വഭാവമുള്ള ഒരു കൃതിയാണിതെന്ന് ഓർക്കണേ. പിന്നെ അദ്ദേഹത്തിന്റെ നാടകമാണ്, അദ്ദേഹം എഴുതിയ നാടകമാണ് കഥാബീജം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് പ്രേമലേഖനം, ബാല്യകാല സഖി, മതിലുകൾ, പാത്തുമ്മായുടെ ആട്, ശബ്ദങ്ങൾ, താരാ സ്പെഷ്യൽ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്നിവ. ചെറുകഥകളാണ്, പ്രധാനപ്പെട്ട ചെറുകഥകളാണ് ജന്മദിനം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ചിരിക്കുന്ന മരപ്പാവ, പിന്നെ ആനപ്പൂട, നേരും നുണയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാണ്. അടുത്ത ആളിനെ കുറിച്ച് നമുക്ക് പഠിക്കണമല്ലോ, കോവിലിനെ കുറിച്ച് പഠിക്കണമായതുകൊണ്ട് ഞാനിതൊന്ന് ക്ലിയർ ചെയ്യണേ. ശരി, നോക്കിക്കോളൂ. ഇതിപ്പോ നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റിലും അതുമായിട്ട് ബന്ധപ്പെട്ട അനവധി പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എഴുതിയിടുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനും പഠിക്കാനും ശ്രദ്ധിക്കുക. ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഈ ബോർഡൊന്ന് ക്ലിയർ ആക്കും, അപ്പോൾ ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഒന്നും മിസ്സായി പോകാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നതിന്റെ കൂടെ തന്നെ പഠിച്ച് വരാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന കൂട്ടത്തിൽ പഠിച്ചു വരികയാണെങ്കിൽ പിന്നീട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ ഇത് ഓർത്തിരിക്കാൻ പറ്റും, എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി കാണാതെ പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. കോവിലൻ ആരുടെ തൂലികാനാമമാണ്? വി അയ്യപ്പന്റെ തൂലികാനാമമാണ് കോവിലൻ. ആരുടെയാണ്? വി അയ്യപ്പന്റെ തൂലികാനാമമാണ് കോവിലൻ. ഇതെങ്ങനെ ഓർത്ത് വെക്കും? അയ്യപ്പൻ ഒരു ഗോഡാണല്ലേ. അപ്പൊ ഈ ഗോഡിന് എന്തുണ്ട്? അമ്പലമുണ്ട്, അല്ലെങ്കിൽ കോവിലുണ്ട്. അപ്പൊ കോവിലിനകത്തിരിക്കുന്ന ദൈവം ആരാണ്? അയ്യപ്പൻ, വി അയ്യപ്പൻ എന്ന്. പിന്നെ പുള്ളി ഭയങ്കര VIP ആണല്ലേ. അയ്യപ്പനെ കാണണമെങ്കിൽ അയ്യപ്പൻ എവിടെയായിരിക്കുന്നത്? ഒരുപാട് സുരക്ഷയൊക്കെ ആയിട്ട് അങ്ങ് ശബരിമലയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പേര് ഓരോ വർഷവും ഒഴുകി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾ എന്താണ്? VIP ആണ്. അപ്പോ ഇങ്ങനെ ഓർക്കുക, കോവിലിനകത്തിരിക്കുന്ന VIP ആയിട്ടുള്ള ഒരാളാണ് എന്ന് ഓർക്കുക. അപ്പൊ കോവിലിനകത്തിരിക്കുന്ന ആരാണ്? അയ്യപ്പൻ എന്ന് ഓർക്കുക കേട്ടോ. അപ്പോ കോവിലൻ എന്ന് പറയുന്നത് വി അയ്യപ്പന്റെ തൂലികാനാമമാണ്. അയ്യപ്പൻ എവിടെ ഇരിക്കുന്നു? കോവിലിനകത്തിരിക്കുന്നു, VIP ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇത് മറക്കത്തില്ലല്ലോ. ശരി, ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്ന കൃതികൾ, 1-2 കൃതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് റിപ്പീറ്റ് PSC ചോദിക്കുന്നത് കൊണ്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് തോറ്റങ്ങൾ, തട്ടകം, ഹിമാലയം കേട്ടോ. ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇത് PSC വീണ്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ കോവിലിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? തോറ്റങ്ങൾ, തട്ടകം, ഹിമാലയം എന്നിവ. ഇതിൽ തോറ്റങ്ങളുടെ പ്രത്യേകത അതൊരു ബോധധാരാ സമ്പ്രദായത്തിൽ എഴുതിയ നോവലാണേ. ഇനി ചെറുകാടല്ല കേട്ടോ, ചെറുകാടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. ചെറുകാടെന്ന് പറയുന്നത് ആരുടെയാണ്? ഗോവിന്ദ പിഷാരടി. ചെറുകാടെന്ന് പറയുന്നത് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ്. ഇതിനെ എങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവിന്ദന്റെ വീടിന് ചുറ്റും കാടാണെന്ന് ഓർക്കുക കേട്ടോ. ഗോവിന്ദന്റെയും പിഷാരടിയുടെയും വീടിന് ചുറ്റും ചെറിയ ഒരു കാടുണ്ട് എന്ന് ഓർക്കുക. ഗോവിന്ദന്റെയും പിഷാരടിയുടെയും വീടിന് ചുറ്റും ചെറിയൊരു കാടുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയുടെ പേര് കൂടി അറിഞ്ഞിരിക്കുക, ജീവിതപാത കേട്ടോ. ജീവിതപാത. ഇനി കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ് കേട്ടോ. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ, ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, വേണമെങ്കിൽ ഓർത്തിരുന്നോ. ഞാൻ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒരു എന്താ പറയാ ഷോർട്ടായിട്ട് പഠിച്ചിരുന്നത്. എങ്ങനെ? കാജോസ് കേട്ടോ. കാർലോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാൻ ഇദ്ദേഹത്തെ പഠിച്ചിരുന്നത്. കാജോസ്. എന്താണ്? കാക്കനാടനാണ് ജോർജ് വർഗീസ്. ആരാണ്? ജോർജ് വർഗീസ്. ഉള്ളതും കൂടെ മറന്നു പോകാതിരുന്നാൽ കൊള്ളാൻ ടീച്ചറെ ഫസ്റ്റ്. എങ്ങനെയാണ്? കാക്കനാടനാണ് ജോർജ് വർഗീസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് പറങ്കിമല എന്ന് പറയുന്ന ഒരു നോവലുണ്ട് കേട്ടോ. അത് സിനിമയൊക്കെ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് പുരുഷന്മാര്. പറങ്കിമല എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാക്ഷി എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. വസൂരി എന്ന് പറയുന്ന ഒരു നോവൽ. അപ്പൊ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട നോവലുകൾ അദ്ദേഹത്തിന്റെ. അപ്പൊ കാക്കനാടനെ നിങ്ങൾ എങ്ങനെ ഓർക്കുവേടേ? കാജോസ് എന്ന് ഓർക്കുക.
കാ ഫോർ കാക്കനാടൻ, ജോ ഫോർ ജോർജ്, പിന്നെ എസ് ഫോർ വർഗീസിന്റെ അവസാനത്തെ എസ്. കാജോ വാന്ന് പോരേന്ന് ചോദിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ശരി, അപ്പൊ നോക്കാം. ആദ്യത്തെ ആളാരായിരുന്നു? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന്റെ തുലികാനാമം ജി എന്ന് തന്നെയായിരുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. ഇനി പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പ്രഭ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അവിടെ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, പ്രഭ എങ്ങനെ ഓർക്കാമെന്ന്. ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ ചെറുകഥയാണ് നീലവെളിച്ചം. വെളിച്ചത്തിന് എന്തുണ്ട്? പ്രഭയുണ്ട്. ഓക്കെ, അപ്പൊ പ്രഭ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്ലിയർ ആണല്ലോ. കോവിലന്റെ കാര്യം എന്താ പറഞ്ഞത്? കോവിലിനകത്ത് ആരിയ്ക്കുന്നു? അയ്യപ്പൻ ഇരിക്കുന്നു. VVIP ആയ ദൈവം ആരാണ്? അയ്യപ്പനാണ് ഇരിക്കുന്നത്. അപ്പോ കോവിലൻ VV അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ്? തോറ്റങ്ങൾ, തട്ടകം, ഹിമാലയം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളെന്ന് ഓർത്തിരിക്കുക. ഇനി ചെറുകാട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? ഗോവിന്ദന്റെയും പിഷാരടിയുടെയും വീടിന് ചുറ്റും ചെറിയ കാടുണ്ട്. അപ്പൊ ചെറുകാട് ഗോവിന്ദ പിഷാരടി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണെന്ന് പറഞ്ഞു? ജീവിത പാത എന്ന് പറഞ്ഞു. ഇനി കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മള് കാജോസ് എന്നുള്ള ഒരു എന്താണ് ഒരു ഷോർട്ട് ഫോം ഉപയോഗിച്ചു. കാ ഫോർ കാക്കനാടൻ എന്നും ജോ ഫോർ ജോർജ് എന്നും എസ് ഫോർ വർഗീസ് എന്നും നമ്മൾ പഠിച്ചു. അങ്ങനെ തന്നെ പഠിച്ചങ്ങ് വെച്ചിരിക്കും. ഇത്രയും വൃത്തികെട്ട ഒരു ഷോർട്ട് ഫോം അല്ലെ ഒരു ഷോർട്ട് വഴി ആരും പറഞ്ഞു തന്നു കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓർത്ത് വെച്ചിരിക്കും. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് പറങ്കിമല, വസൂരി, സാക്ഷി എന്നിവ. അത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതുപോലെ ഓർത്ത് വെക്കാം. വസൂരി വന്ന സാക്ഷി എവിടെ പോയി താമസിച്ചു? വസൂരി വന്നാൽ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ പായിൽ കെട്ടിക്കൊണ്ടുപോയി ദൂരെ കളയും. അപ്പോൾ അത് കാരണം വീട്ടിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? പറങ്കിമലയിൽ പോയി ഒളിച്ചിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. വസൂരി വന്ന സാക്ഷി പറങ്കിമലയിൽ പോയി ഒളിച്ചിരുന്നു എന്ന് ഓർക്കുക. പറങ്കിമല സിനിമയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. കാക്കനാടന്റെ സിനിമയാക്കപ്പെട്ട നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ പറങ്കിമലയാണ്. 2 തവണ സിനിമയാക്കിയിട്ടുണ്ട്. പണ്ടത്തെ പറങ്കിമലയും ഉണ്ട്, പുതിയ പറങ്കിമലയും ഉണ്ട്. ശരി, ഇനി നമുക്ക് പുതിയ ആൾക്കാരെ പഠിക്കാം. ഇനിയുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളവരെ ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർത്തോളാം കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പഠിക്കാം. നന്ദനാർ ആരുടെ തുലികാനാമമാണ്? PC ഗോപാലനാണ്. അപ്പൊ നന്ദനാരുടെ നമ്മൾ വായിച്ചിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കൃതി എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടന്റെ ലോകമാണ് അല്ലേ. പണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ഒരു നോവലെന്നോ നീണ്ട കഥയെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒരെണ്ണമാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന കുട്ടിയുടെ 4 വയസ്സ് മുതൽ കുഞ്ഞ് വളർന്ന് സ്കൂളിൽ പോകുന്നിടം വരെയുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുക, ഉണ്ണിക്കുട്ടന്റെ ലോകം. ഇനി പാറപ്പുറത്ത് ആരുടെ തൂലികാനാമമാണ്? KE മത്തായിയുടെ തൂലികാനാമമാണ്. അപ്പോൾ ഒരാള് എന്തെങ്കിലും കഴിച്ചിട്ട് മധുരം കഴിച്ച് മത്ത് പിടിച്ചിട്ട് അയാൾ എവിടെ കയറിയിരുന്നു? അല്ലെ കള്ളു കുടിച്ച് മത്തായിട്ട് പുള്ളി പാറപ്പുറത്ത് കയറിയിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. KE മത്തായി പാറപ്പുറത്ത്. ആരോ കള്ളു കുടിച്ച് മത്തായി പാറപ്പുറത്ത് കയറിയിരുന്നു. അപ്പൊ മത്തായി പാറപ്പുറത്ത്. ഓക്കെ, മത്തായപ്പോ എവിടെ കയറിയിരുന്നു? പാറപ്പുറത്ത് കയറിയിരുന്നു. അങ്ങനെ ഓർക്കണേ. ഇനി അടുത്ത് വിലാസിനി MK മേനോനാണ്. വിലാസിനി ആരാണ്? MK മേനോനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നോവൽ ഏതാണ്? അവകാശികളാണ് അല്ലേ. അവകാശികൾ. ഈ അവകാശികൾ എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകത എന്താണ്? മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ നോവലാണ് ഏത്? അവകാശികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എഴുതിയത് ആരാണ്? MK മേനോനാണ്. MK മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി. അപ്പോൾ ഇങ്ങനെ ഓർക്കണേ, അവകാശികൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വിലാസം കാണിച്ച ആളാണ്, ഇങ്ങനെ ഒരു ലീലാവിലാസം കാണിച്ച ആളാണ് MK മേനോൻ എന്ന് ഓർക്കുക. അപ്പോൾ ആ നോവലെല്ലാം കൂടി അടുക്കി വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇത്ര വലിപ്പം വരും. അങ്ങനെ നമ്മൾ സാധാരണ വായിക്കുന്ന നോവലൊക്കെ ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ. വിലാസിയുടെ നോവലെല്ലാം കൂടി അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെൽഫിനകത്ത് കൊള്ളുന്ന അത്രയും ഉണ്ടെന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ലീലാവിലാസം, ഒരു ആയുസ് കൊണ്ട് ഇത്രയും വലിയ ലീലാവിലാസം ചെയ്ത ആളാണ് MK മേനോൻ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2-3 കൃതികൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു. കഥയാണെങ്കിലോ രാച്ചിയമ്മ.
ഓക്കെ. അപ്പൊ ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നോവൽ ഏതാണിടെ? സുന്ദരികളും സുന്ദരന്മാരും. അതിന്റെ പ്രത്യേകത എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ നോവല് എഴുതിയിരിക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, അങ്ങനെയൊക്കെ ചോദിക്കാം. പല രീതിക്ക് മാറ്റി മാറ്റി ചോദിക്കും കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനം പശ്ചാത്തലമായി വരുന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പൂക്കോട്ടൂർ കലാപം പശ്ചാത്തലമായി വരുന്ന നോവൽ ഏതാണ്? അല്ലെങ്കിൽ കടന്നു വരുന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പിന്നെ മലബാർ കലാപം പശ്ചാത്തലമായി വരുന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, പിന്നെ ഒന്ന് ചോദിക്കുന്നത്, വിശ്വം എന്ന് പറയുന്ന കഥാപാത്രം ഉറൂബിന്റെ ഏത് നോവലിലുള്ളതാണ്? വിശ്വം കേട്ടോ, വിശ്വം എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലുള്ളതാണ്? ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പിന്നെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യവുമായി കടന്നു വന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഉറൂബിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത്. ഇതിനെ എങ്ങനെ ഓർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിയെ ഉറുമ്പ് കടിച്ചു എന്നോ മറ്റോ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. കുട്ടി കൃഷ്ണനെ ഉറുമ്പ് കടിച്ചപ്പോൾ കരഞ്ഞു എന്നോ മറ്റോ നിങ്ങൾ ഓർത്തിരിക്കുക. എനിക്ക് വേറെ ഓർത്തിരിക്കാൻ പറ്റിയ ഹിന്റുകളൊന്നും ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ കുട്ടിയും ഉറുമ്പും അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. കുട്ടികളെയാണല്ലോ ഏറ്റവും കൂടുതൽ ഉറുമ്പ് കടിക്കുക. റാന്ത വലിയവരെ കടിക്കാറില്ല ടീച്ചറെന്ന് ചോദിച്ചാൽ കുട്ടികളാണ് കൂടുതലും മണ്ണിലൊക്കെ ഇറങ്ങിയിരുന്ന് കളിക്കാറ്. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഉറുമ്പിന്റെ കടി കിട്ടുക. അപ്പോൾ എന്താണ്? ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ ഏതോ കുട്ടിയെ ഉറുമ്പ് കടിച്ചു. ഉറുമ്പല്ല കേട്ടോ, ഉറൂബാണേ. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുട്ടിക്കൃഷ്ണൻ കുട്ടിയെ ഉറുമ്പ് കടിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകൾ ഏതാണെന്ന് പറഞ്ഞു? പ്രശസ്തമായ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും, പിന്നെ ഉമ്മാച്ചു. ഇപ്പൊ സുന്ദരികളും സുന്ദരന്മാരുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മുമ്പ് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു. ദയവ് ചെയ്ത് ഓർത്തു വെച്ച് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ, വിശ്വം എന്ന് പറയുന്ന കഥാപാത്രം കടന്നു വരുന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പിന്നെ മലബാർ കലാപം പശ്ചാത്തലമാക്കിയ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പൂക്കോട്ടൂർ കലാപം പശ്ചാത്തലമാക്കിയ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഖിലാഫത്ത് പ്രസ്ഥാനം കടന്നു വരുന്ന നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥയാണ് രാച്ചിയമ്മ. ഈ രാച്ചിയമ്മ സിനിമയാക്കിയിട്ടുണ്ട്. ആണും പെണ്ണും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് 2021 വർഷം എന്ന് കരുതുന്നു. ആണും പെണ്ണും എന്ന് പറയുന്ന സിനിമ അതൊരു ആന്തോളജി ഫിലിമാണ്. അതിനകത്ത് ഒരു കഥ ഈ രാച്ചിയമ്മയാണ്. ഓക്കെ, ആണും പെണ്ണും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു സെഗ്മെന്റ് രാച്ചിയമ്മ എന്ന് പറയുന്ന കഥയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PC കുട്ടിക്കൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തെ ബന്ധപ്പെട്ട 1-2 കൃതികളും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോ? വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഇതൊക്കെ മാറ്റി വേറെ കൃതികൾ ചോദിക്കുന്നെങ്കിലും. അതുകൊണ്ട് അപ്പുവിന്റെ ലോകം അല്ല കേട്ടോ, അപ്പുവിന്റെ ലോകമാണ്. അബുവിന്റെ ലോകം എന്ന് പറയുന്ന സത്യജിത്ത് റേയുടെ ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ്. അതാണ് നമ്മുടെ പുത്രയമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. അതായത് പഥേർ പാഞ്ചാലി പോലുള്ള ഒരു സംഭവമാണ്. പഥേർ പാഞ്ചാലിയുമായി ബന്ധപ്പെട്ട അതിലെ കഥാപാത്രങ്ങളൊക്കെ കടന്നു വരുന്ന സംഭവമാണ് അപ്പുവിന്റെ ലോകം. ഇത് അപ്പുവിന്റെ ലോകം കേട്ടോ, രണ്ടും മാറിപ്പോയരുതേ. അപ്പുവിന്റെ ലോകം സത്യജിത്ത് റേ ആണ്, അപ്പുവിന്റെ ലോകം ഉറൂബാണ്. പിന്നെ മുഖം മൂടികൾ, പിന്നെ മൗലവിയും ചങ്ങാതിമാരും. ഒരു നോവലും കൂടി അറിഞ്ഞിരുന്നോ? മിണ്ടാപ്പെണ്ണ്. ഞാനിപ്പോ എന്താ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചിരുന്ന ഒരു നോവലാണ് മിണ്ടാപ്പെണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ആളിലേക്ക് പോകാം. തിക്കൊടിയനാണ് അടുത്ത ആള്. തിക്കൊടിയന്റെ പേരെന്താന്ന് പറഞ്ഞു? P കുഞ്ഞനന്ദൻ നായർ. തിക്കൊടിയന്റെ പേരാണ് P കുഞ്ഞനന്ദൻ നായർ. ഓക്കെ, അപ്പോൾ തിക്കൊടിയനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് അരങ്ങു കാണാത്ത നടനാണ് കേട്ടോ. അരങ്ങു കാണാത്ത നടൻ. അദ്ദേഹത്തിന്റെ 100 കണക്കിന് പുസ്തകങ്ങൾ വേറെ ഉണ്ടെങ്കിലും ഇതാണ് റിപ്പീറ്റ് ചോദിക്കുന്നത് കേട്ടോ. അരങ്ങു കാണാത്ത നടൻ. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആത്മകഥ. ശരി, ഒന്നുകൂടെ നോക്കാം. നന്ദനാർ എന്ന് പറയുന്നത് ആരാണ്? PC ഗോപാലനാണ്. നന്ദനാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, നമ്മളൊക്കെയല്ല ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ പഠിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. നിങ്ങൾക്കിപ്പോൾ അടിസ്ഥാന പാഠാവലി, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കുന്ന അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലിയൊക്കെ ഉണ്ടല്ലോ. അതില് പഴയ 6ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിൽ ഉണ്ടായിരുന്ന, മലയാളം സെക്കൻഡിൽ ഉണ്ടായിരുന്നതാണ് പഠിക്കാനൊക്കെ. ഇത് സിലബസിൽ വെച്ചിരുന്ന ഒരു കഥയായിരുന്നു ഉണ്ണിക്കുട്ടന്റെ ലോകം. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. ബാലസാഹിത്യ കൃതിയുടെ
വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി പാറപ്പുറത്ത് KE മത്തായി. നമ്മൾ എങ്ങനെ പഠിച്ചു വെച്ചു മത്തായിയുടെ കാര്യം? മത്തായി ആരോ ഒരാള് വെള്ളമടിച്ചല്ലെങ്കിൽ മധുരം കഴിച്ച് മത്തായി പാറപ്പുറത്ത് കയറിയിരുന്നു ബോധമില്ലാതെ എന്ന് ഓർക്കുക. ഇനി വിലാസിനി. വിലാസിനിയുടേത് MK. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? MK മേനോന്റേതാണ്. ഇനി നമ്മൾ എങ്ങനെ ഓർക്കും? വിലാസിനിയാണ് എന്തെഴുതിയത്? അവകാശികൾ എഴുതിയത്. അപ്പൊ MK മേനോനാണ് അവകാശികൾ എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള വലിയ നോവൽ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ലീലാവിലാസം കാണിച്ചത് കൊണ്ട് വിലാസിനി എന്ന് ഓർക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങൾ വേറെ ഇതിനേക്കാളും പറ്റുന്ന ഇവരെ ഓർക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കുറുക്കു വഴികൾ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും ആ കമന്റുകളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ പ്രശസ്തരാക്കുന്നതായിരിക്കും. നോക്കൂ, ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. എങ്ങനെ ഓർത്തു വെക്കുമെന്ന് പറഞ്ഞു? കുട്ടിയെ ഉറുമ്പ് കടിച്ചു കരഞ്ഞു എന്നൊക്കെ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ വല്ലതും ഓർക്കാനുണ്ടെങ്കിൽ അതും ഓർക്കാവുന്നതാണ്. അപ്പോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ നോവലുകൾ ഞാൻ പറഞ്ഞു. സുന്ദരികളും സുന്ദരന്മാരുമുണ്ട്, ഉമ്മാച്ചു ഉണ്ട്, മിണ്ടാപ്പെണ്ണുണ്ട്. ഇതിൽ സുന്ദരികളും സുന്ദരന്മാരിന്റെ പ്രത്യേകത എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനം കടന്നു വരുന്ന നോവൽ, മലബാർ കലാപം കടന്നു വരുന്ന നോവൽ, പൂക്കോട്ടൂർ കലാപം പ്രസ്താവിക്കുന്ന നോവൽ, പിന്നെ പരാമർശിക്കുന്ന നോവൽ, പിന്നെ വിശ്വം എന്ന് പറയുന്ന കഥാപാത്രം കടന്നു വരുന്ന നോവൽ. ഇത്രയും ചോദ്യങ്ങളാണ് മുൻപ് PSC ചോദിച്ചിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഉമ്മാച്ചു എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. പിന്നെ മിണ്ടാപ്പെണ്ണ് എന്ന് പറയുന്ന നോവലും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം മിണ്ടാപ്പെണ്ണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥകളാണ് രാച്ചിയമ്മ, അപ്പുവിന്റെ ലോകം, മുഖം മൂടി, പിന്നെ മൗലവിയും ചങ്ങാതിമാരും. അപ്പുവിന്റെ ലോകമാണ്. അപ്പുവിന്റെ ലോകം ആരാണ്? സത്യജിത്ത് റേ ആണ് കേട്ടോ. അപ്പൊ എന്താണ് അപ്പുവിന്റെ ലോകം? ഉറൂബ്. അപ്പുവിന്റെ ലോകം പാക്ക് ഇരട്ടിപ്പില്ലെങ്കിൽ അപ്പു എന്നാണെങ്കിൽ ആരാണ്? സത്യജിത്ത് റേ ആണ്. ഈ അബുവിന്റെ ലോകത്തിനകത്ത് നിന്നുള്ള ഒരു കഥയാണ് നമ്മൾ കണ്ടിട്ടും പഠിച്ചിട്ടും ഒക്കെയുള്ള പഥേർ പാഞ്ചാലി. ഓക്കെ, ഇനി തിക്കൊടിയൻ ആരാണ്? V കുഞ്ഞനന്ദൻ നായരാണ് കേട്ടോ. തിക്കൊടിയൻ ആരാണ്? P കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണ്? അരങ്ങു കാണാത്ത നടൻ. ഏതാണ്? അരങ്ങു കാണാത്ത നടൻ. അത് അദ്ദേഹത്തിന്റെ എന്താണെന്ന് പറഞ്ഞു? ആത്മകഥയാണെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. കടമ്മനിട്ട എന്നറിയപ്പെടുന്നത് ആരാണ്? രാമകൃഷ്ണൻ. കടമ്മനിട്ട എന്നറിയപ്പെടുന്നത് ആരാണ്? രാമകൃഷ്ണൻ. ഇനി സഞ്ജയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MR നായർ. സഞ്ജയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MR നായർ. ഇനി പവനൻ എന്നറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ് കേട്ടോ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ്. നോക്ക്, ഇതെങ്ങനെ ഓർക്കാം? പവന അല്ലേ? ഇവിടെ നോക്ക്, PVN കണ്ടോ? PVN പവനൻ. അപ്പോ പവനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? PV നാരായണൻ നായർ. പേര് വെച്ച് തന്നെ കണ്ടുപിടിക്കാം. പവനൻ എന്നറിയപ്പെടുന്നത്, പവനനിൽ എന്തൊക്കെയുണ്ട്? പവന ഉണ്ട്. അങ്ങേരുടെ മുഴുവൻ പേരിൽ എന്തുണ്ട്? PV നാരായണൻ എന്നുണ്ട്. അപ്പോ P ഉണ്ട്, V ഉണ്ട്, N ഉണ്ട്. അപ്പോ പവനൻ ആരാണ്? PV നാരായണൻ നായർ. ഓക്കെ, ശരി. ഇനി ഒളപ്പമണ്ണ ആരാണ്? സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്. നിങ്ങൾ ഇങ്ങനെ ഓർക്കണം, പണ്ട് നമ്പൂതിരിപ്പാടുമാരൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമായിരുന്നു. ഞാൻ പണ്ട് ഈ ഒളപ്പമണ്ണ എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ ഞാൻ ധരിച്ചിരുന്നത് എന്തോ തരം എണ്ണയോ താളിയോ അങ്ങനെ എന്തോ ആണെന്നാണ്. അപ്പോൾ നിങ്ങളും അത് തന്നെ അങ്ങ് സങ്കല്പിക്കുക. സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്, പഴയ ആഠ്യരായിട്ടുള്ള നമ്പൂതിരിമാര് കുളത്തിലൊക്കെ പോയി എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നു. ആ കുളിക്കുന്ന എണ്ണയുടെ ബ്രാൻഡിന്റെ പേരാണ് ഒളപ്പമണ്ണ എന്ന് നിങ്ങൾ അങ്ങ് ഓർക്കുക കേട്ടോ. ഇതിനി കൂടുതൽ നിങ്ങൾ എന്താണ് ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഇങ്ങനെ വെച്ചങ്ങ് പഠിക്കുന്നു അതിന്റെ. അപ്പൊ എങ്ങനെ പഠിക്കാം? സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട് എണ്ണ തേച്ച് കുളിച്ചു. ഏതെണ്ണ? ഒളപ്പമണ്ണ. ഇനി അക്കിത്തം, അച്യുതൻ നമ്പൂതിരി. അക്കിത്തം ആരാണ്? അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പോ ഇതിനാണ്ട് നോക്കടെ, ആയുണ്ട്. പിന്നെ ഒരു തായൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ഓർക്കുക? ഇതിലും ആയുണ്ട്. അക്കിത്തം, അച്യുതൻ നമ്പൂതിരി എന്ന് ഓർക്കുക കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർക്ക്. ഒന്നും കൂടെ ഞാൻ പറയാം. കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇനി സഞ്ജയൻ ആരാണ്? MR നായർ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MR നായരാണ്.
പവനൻ. പവനനെ നമ്മൾ എങ്ങനെ ഓർക്കുമെന്ന് പറഞ്ഞു? പവനൻ. പവ, അപ്പൊ പായുണ്ട്, വായുണ്ട്, നായുണ്ട്. ഫുൾ നെയിമിൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിമിൽ എന്തുണ്ട്? PV നാരായണൻ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? PVN. അപ്പൊ പവനൻ PV നാരായണൻ നായർ. PVN. എന്നിന്റെ ഫുൾ ഫോം നാരായണൻ നായർ. ഓക്കെ, പവനൻ എന്നാണല്ലേ. പവനൻ എന്ന് നിങ്ങളൊന്ന് ഇംഗ്ലീഷ് എഴുതി നോക്കിയേ. PVNAN. കണ്ടോ? അപ്പൊ A മാത്രം ഇവിടെ ഇല്ല. അപ്പം P ഉണ്ട്, V ഉണ്ട്, N ഉണ്ട്. N റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും. അപ്പൊ അതെന്താണ്? P. കണ്ടോ ഇവിടെ നോക്ക്. പ വ ന എൻ. ഉണ്ടോ? എന്ത് സമർത്ഥമായിട്ടാണ് ഒരു തൂലികാനാമം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇനി ജമ്മത്ത് ഇത് മറക്കില്ല. ഓക്കെ, ഇനി ഒളപ്പമണ്ണ. ഒളപ്പമണ്ണ ആരാണ്? സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്. എങ്ങനെ ഓർക്കാന്ന് പറഞ്ഞു? നമ്പൂതിരിമാരൊക്കെ അടിച്ച് നനച്ച് കുളിച്ച് എണ്ണയൊക്കെ തേച്ച് ആണ് കുളിക്കുന്നത്. ആ എണ്ണയുടെ ബ്രാൻഡാണ് ഒളപ്പമണ്ണ എന്നങ്ങ് ഓർക്കുക. സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടിന്റെ അതിൽ കുളിക്കുന്ന എണ്ണയുടെ ബ്രാൻഡാണ് ഒളപ്പമണ്ണ എന്നങ്ങ് വിചാരിക്കുക. എന്നെ ഏതെങ്കിലും സാഹിത്യ പഠിതാക്കളോ സാഹിത്യ ഗവേഷകരോ സാഹിത്യത്തിൽ പഠിപ്പിക്കുന്നവരോ ആയിട്ടുള്ള അധ്യാപകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക കേട്ടോ. ശരി. അക്കിത്തം ആരാണ്? അച്യുതൻ നമ്പൂതിരി. അച്യുതൻ നമ്പൂതിരി. ഇനി പാലൂർ ആരാണ്? മാധവൻ നമ്പൂതിരി. മാധവൻ നമ്പൂതിരി. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടെ അങ്ങ് ഓർക്ക്. നമ്മൾ നമ്പൂതിരിമാരെ കുറച്ച് നേരിട്ട് വെളിയിടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്പൂതിരിമാരൊക്കെ പണ്ട് പാലും പഴം, ഒരു വെജിറ്റേറിയൻസ് ആണല്ലോ. അപ്പൊ അവരെന്ത് മാത്രമേ കഴിക്കത്തുള്ളൂ? പാല്, പഴം, പച്ചക്കറിയൊക്കെ കഴിക്കത്തുള്ളൂ എന്നങ്ങ് വിചാരിക്കും. അപ്പൊ മാധവൻ നമ്പൂതിരി പാലൂർ, അദ്ദേഹം പാല് മാത്രമേ കുടിക്കൂ എന്ന് ഓർക്കുക. മാധവൻ നമ്പൂതിരിയുടെ തൂലികാനാമമാണ് എന്തടെ? പാലൂർ. മാധവൻ നമ്പൂതിരിയുടെ തൂലികാനാമമാണ് പാലൂർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്പൂതിരി എന്ത് മാത്രമേ കുടിക്കൂ? പാല് മാത്രമേ കുടിക്കൂ. ദയവ് ചെയ്ത് നേരത്തെ പറഞ്ഞ കാര്യവും ഇതും കൂടെ മിക്സ് ചെയ്ത് കളയരുത്. നമ്പൂതിരി എന്ത് മാത്രമേ കുടിക്കൂ? നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ടീച്ചർ പറഞ്ഞു. എണ്ണ, ഒളപ്പമണ്ണ. മാധവൻ നമ്പൂതിരി ഒളപ്പമണ്ണ, അങ്ങനൊന്നും മിക്സ് ചെയ്ത് കളയരുത് കേട്ടോ. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഒളപ്പമണ്ണ. മാധവൻ നമ്പൂതിരി പാലൂരാണ്. മാധവൻ ആരാണ്? കൃഷ്ണന് പാലും വെണ്ണയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ അതുകൊണ്ട് പാലൂർ. അങ്ങനെ അങ്ങ് ഓർക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അയ്യനേത്ത് ആരാണ്? AP പത്രോസ്. AP പത്രോസ് കേട്ടോ. അയ്യനേത്ത് എന്ന് പറയുന്നത് AP പത്രോസ് ആണ് കേട്ടോ. ഇതിന് പറ്റിയ ഇതൊന്നും എൻ്റെ കിട്ടിയില്ല. അതാണ് സത്യം. ഞാൻ കുറ്റം സമ്മതിക്കുന്നു. സുമംഗല ആരാണ്? ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട്. സുമംഗല, രണ്ടില് ലായുണ്ട് കേട്ടോ. ലീല, അപ്പോ ലാല. സുമംഗല, ലീല. ആ നിർത്തുന്നിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സുമംഗല, ലീല. ഓക്കെ, നമ്പൂതിരിപ്പാട്. സുമംഗല ആരാണ്? ലീല നമ്പൂതിരിപ്പാട്. ഇനി സുമിത്ര ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ എന്താണ് തൂലികാനാമമാണ് സുമിത്ര. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്റെ തൂലികാനാമമാണ് സുമിത്ര എന്ന് ഓർക്കുക കേട്ടോ. ഇനി പ്രേംജി ആരുടെ തൂലികാനാമമാണ്? MP ഭട്ടതിരിപ്പാട്. പ്രേംജി എന്ന് പറയുന്നത് MP ഭട്ടതിരിപ്പാട്. പ്രേം M അങ്ങനെ ഓർത്താൽ മതി. പ്രേം M. ഇനി പ്രേം M എന്ന് ഓർക്കണേ. പ്രേം M. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി ഫില്ല് ചെയ്യുക. MP ഭട്ടതിരിപ്പാട്. പ്രേംജി MP ഭട്ടതിരിപ്പാട്. ഒന്നുകൂടെ നോക്കാം. പാലൂർ ആരാണ്? മാധവൻ നമ്പൂതിരി. കൃഷ്ണന് വെണ്ണയും നെയ്യും ഒക്കെ ഇഷ്ടമാണ്. കൃഷ്ണനെ ഓർത്തോണ്ടിരിക്കരുത്. കൃഷ്ണൻ എന്നൊരു പേര് ഓപ്ഷനിൽ കണ്ടില്ല എന്നൊന്നും ഓർത്ത് കളയരുത്. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. കൂടുതൽ മറക്കുന്നുണ്ട് ടീച്ചർ അന്ന്. കൊള്ളാം. അപ്പൊ പാലൂർ മാധവൻ നമ്പൂതിരി. എന്താണ്? മാധവൻ നമ്പൂതിരി. മാധവൻ എന്ത് ഇഷ്ടമാണ്? വെണ്ണയും പാലും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് പാലൂർ. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. AP പത്രോസിന്റെ തൂലികാനാമമാണ് അയ്യനേത്ത്. ഇനി ലീല നമ്പൂതിരിപ്പാടിന്റെ തൂലികാനാമമാണ് സുമംഗല. ലീല, സുമംഗല എന്നോർക്കുക. മുദ്രാവാക്യം പോലെ പറഞ്ഞങ്ങ് പഠിച്ചേ. ഇനി അടുത്ത് സുമിത്ര ആരുടെ തൂലികാനാമമാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ തൂലികാനാമമാണ് സുമിത്ര. ഇനി പ്രേംജി ആരുടെ തൂലികാനാമമാണ്? പ്രേം M എന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞു. പ്രേംജി MP ഭട്ടതിരിപ്പാട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്തയിലേക്ക് പോകാം. വൈശാഖന്റെ തൂലികാനാമം എന്താണ്? വൈശാഖന്റെ തൂലികാനാമമാണ് AK ഗോപിനാഥൻ നായർ. എന്താണ്? വൈശാഖന്റെ തൂലികാനാമമാണ്
MK ഗോപിനാഥൻ നായർ. ഇനി VKN, പുള്ളി അത് ഞാൻ പറഞ്ഞുതരാം. MK ഗോപിനാഥൻ നായർ എന്ന് പറയുന്നത് ഇത്തിരി ഒരു പഴയ ഒരു പേരാണല്ലോ. അപ്പോൾ പുള്ളിക്ക് തോന്നി ഒരു സ്റ്റൈല് പേരിടാന്ന്. അങ്ങനെ സ്വന്തമായിട്ടും കിട്ട പേരാണ് വൈശാഖൻ. കേട്ടോ, MK ഗോപിനാഥൻ നായർ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി പഴക്കം തോന്നുന്നതുകൊണ്ട് പുള്ളി സ്റ്റൈലിന് വേണ്ടി മാറ്റിയതാണ് വൈശാഖൻ എന്ന്. അങ്ങനെ അങ്ങ് ഓർക്കുക. ഇനി VKNന്റെ മുഴുവൻ പേരെന്താണ്? ഹാസ്യസാഹിത്യകാരനാണ് അല്ലേ VKN. അദ്ദേഹം സൃഷ്ടിച്ച പ്രശസ്ത കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പയ്യൻസ് ആണേ. പയ്യൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? VKN ആണ്. ഇനി അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ നോക്കൂ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. എന്താണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ആ VKN നിങ്ങൾ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. V ഫോർ വടക്കേ, K ഫോർ കൂട്ടാല, N ഫോർ നാരായണൻകുട്ടി. പിന്നെ നായർക്ക് പിന്നെ ഇല്ല എന്നത്, എക്സ്പാൻഷൻ ഇല്ല എന്ന്. ഇനി ആശാ മേനോൻ ആരാണ്? ശ്രീകുമാർ. എന്താണ്? ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ശ്രീകുമാർ. നല്ല പേരല്ലേ, ആശാ മേനോൻ, ശ്രീകുമാർ. ഇനി ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? P സച്ചിദാനന്ദന്റെ തൂലികാനാമമാണ് എന്ത്? ആനന്ദ് എന്നുള്ളത്. ഓക്കെ, ഈ വൈശാഖന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളി ഫാഷന് വേണ്ടിയിട്ടാണ് ഈ പേരിട്ടത് എന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് നിങ്ങളൊന്ന് ഓർത്തോണേ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. നൂൽപാലം കടക്കുന്നവർ. കേട്ടോ, നൂൽപാലം കടക്കുന്നവർ. 1989 ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. അതോടെ ഓർത്ത് വേണമെങ്കിൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. സോറി, ഇടയ്ക്ക് നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തേനെ. ഇനി അടുത്ത് അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ. 2016 മുതൽ 2022 വരെ ഈ അടുത്ത കാലം വരെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു കേട്ടോ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക. ഇപ്പോൾ ഈ ഇടയ്ക്ക് മരിച്ചുപോയ പ്രശസ്ത സാഹിത്യകാരനായിരുന്നു ആര്? MT വാസുദേവൻ നായർ. അപ്പോൾ MT വാസുദേവൻ നായരുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു പുതിയ പദവി കൂടെ കിട്ടിയിട്ടുണ്ട്. ആ പദവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ തുഞ്ചൻ സ്മാരകം ഉണ്ടല്ലോ. തിരൂർ തുഞ്ചൻ സ്മാരകം, തുഞ്ചൻ എന്നൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോടെ? തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിട്ട് ഇദ്ദേഹം ചുമതലയേറ്റു കേട്ടോ. ചെയർമാൻ. ആർക്ക് ശേഷമെന്ന് ചോദിച്ചാൽ MDക്ക് ശേഷമാണ്. MT ആയിരുന്നു അതിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിട്ട് കൂടി അദ്ദേഹം സ്ഥാനമേറ്റു. വൈശാഖനെ കുറിച്ച് പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റ്സ് ആണ്. എന്താണ്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് MK ഗോപിനാഥൻ നായർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതി മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് ഏത്? നൂൽപാലം കടക്കുന്നവർ. 1989 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു കൃതിയാണ് നൂൽപാലം കടക്കുന്നവർ. അപ്പോൾ അദ്ദേഹം വഹിച്ചിട്ടുള്ള ഒരു പദവി അറിഞ്ഞിരിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് എന്താണ്? കറന്റ് അഫയർ കൂടിയാണത്. ഏതായിരുന്നു വഹിച്ചിരുന്ന പദവി? ഏതാണ്? 2016 മുതൽ 2022 വരെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. പിന്നെ MTയുടെ മരണത്തിന് ശേഷം തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടും അദ്ദേഹം സ്ഥാനം ഏൽക്കുകയുണ്ടായി. ഓക്കെ, ഇനി ഇത് നോക്കൂ. ഏകലവ്യൻ KM മാത്യു. ഏകലവ്യൻ KM മാത്യു. KM മാത്യു ആരാണ്? ഏകലവ്യൻ എന്ന് പറയുന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ആനന്ദിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ആനന്ദിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ. തനിക്ക് എന്താണ് കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ട അവാർഡുകളെല്ലാം നിഷേധിച്ച ഒരാൾ കൂടിയാണ് കേട്ടോ ആനന്ദ്. അപ്പൊ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, പിന്നെ സ്ഥിരം PSC ചോദിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് മരണ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. മരണ സർട്ടിഫിക്കറ്റ്. ശരി, ഒന്നുകൂടെ നോക്കാം.
വൈശാഖൻ MK ഗോപിനാഥൻ നായർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് നൂൽപ്പാലം കടക്കുന്നവർ. ഈ കൃതിക്ക് 1989 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2016 മുതൽ 2022 വരെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നയാളാണ് വൈശാഖൻ അഥവാ MK ഗോപിനാഥൻ നായർ. നിങ്ങൾ ആരുടെ പേര് പഠിച്ചാലും അതിന്റെ കൂടെ അയാളുടെ ശരിയായ പേര് കൂടി പഠിച്ചു പോവുക. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള പദവിയാണ് MT വാസുദേവൻ നായരുടെ മരണത്തിന് ശേഷം തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി VKN ആരാണ്? VKNന്റെ ശരിയായ പേര് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായരാണ്. VKN. അപ്പോൾ V4 വടക്കേ, K4 കൂട്ടാല, N4 നാരായണൻകുട്ടി നായർ. ഇനി അദ്ദേഹം സൃഷ്ടിച്ച ഒരു കഥാപാത്രത്തെ വെച്ചാണ് ഏറ്റവും കൂടുതൽ തവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പയ്യൻസ് എന്ന് പറയുന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? VKNന്റേതാണ്. ഇനി ആശാ മേനോന്റെ ശരിയായ പേര് ശ്രീകുമാർ എന്നാണ്. ആശാ മേനോന്റെ ശരിയായ പേര് ഏതാണ്? ശ്രീകുമാർ എന്നാണ്. ആനന്ദിന്റെ ശരിയായ പേരാണ് P സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. കഥാപാത്രങ്ങൾക്കൊന്നും പേരുകളില്ലാത്ത നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. അതുകൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. കഥാപാത്രങ്ങൾക്കൊന്നും എല്ലാവരോടും അയാൾ, അവൾ, അയാളുടെ ചേട്ടൻ, അയാളുടെ ഭാര്യ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. കഥാപാത്രങ്ങൾക്കൊന്നും അതിനകത്ത് പേരില്ല. കഥാപാത്രങ്ങൾക്കൊന്നും പേരുകളില്ലാത്ത കൃതി ഏതാണ്? മരണ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഏകലവ്യൻ KM മാത്യു. ഏകലവ്യൻ ആരാണ്? KM മാത്യു ആണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏകലവ്യൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എഴുത്തുകാരും തൂലികാ നാമങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങി വെച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് എഴുത്തുകാരെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ആ എഴുത്തുകാരുടെ തൂലികാ നാമങ്ങളും അവരുടെ ശരിയായ പേരുകളും ആ പേരിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാവുന്ന കുറച്ച് കുറുകു വഴികളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ഭാഗത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാം എഴുതിയെടുത്ത് കൃത്യമായിട്ടും പഠിക്കുക. നല്ല മാർക്കോടുകൂടി പാസ്സാവുക. എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി.